ഇത് ലാൻഡ് സ്ലൈഡ് അല്ല, നാച്ചുറൽ ലാൻഡ് സ്ലൈഡ് അല്ല ഉണ്ടായിട്ടുള്ളത്. ഇത് മാൻമെയ്ഡ് സ്ലൈഡാണ് ഉണ്ടായിട്ടുള്ളത്. ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ട അപകടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മറ്റുള്ളതായിരിക്കും നാച്ചുറൽ ലാൻഡ് സ്ലൈഡ് അല്ല ഉണ്ടായിട്ടുള്ളത്, മണ്ണിടിച്ചിലല്ല ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ വിംസ് ആശുപത്രിയിൽ 6 പേർ നിലവിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. കിരൺകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് താക്കൂർ, രജനീഷ്, തന്മയ് ഘോഷ് എന്നിവരാണ് വിംസ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിട്ടുള്ളത്. അവർ 6 പേരുടെയും നില നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. NDRFന്റെ സംഘങ്ങൾ, വയനാട്ടിൽ നിന്നുള്ള സംഘവും ആദ്യം പോന്നു. കോഴിക്കോടുള്ള സംഘത്തോടും അങ്ങോട്ട് പുറപ്പെടാൻ ആവശ്യപ്പെട്ടു. 2 NDRF സംഘങ്ങളും അവിടേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നതിന്, അടിയന്തരമായിട്ടുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ശ്രീ ശേഖർ കുര്യാക്കോസിനോട് ഇതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ തലത്തിലും ഏകോപനം നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ സംവിധാനം ഓൾറെഡി സ്ഥലത്തെത്തി ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻസും പരിശോധനകളും ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ ഈ മണ്ണ് ഇപ്പോ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പക്ഷേ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ മണ്ണ് തുടക്കത്തിൽ തന്നെ, നേരത്തെ ഒരു നല്ല രീതിയിലുള്ള മഴ വയനാട്ടിൽ പെയ്തതാണ്. അതിനുശേഷം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ചെറിയ രീതിയിലുള്ള ഈ മഴയിൽ ഇങ്ങനെ അപകടം സംഭവിക്കും എന്നുള്ളതിന്റെ സൂചന വളരെ കൃത്യമായി മീറ്റിംഗിലും അല്ലാതെയും കൊങ്കൺ അധികൃതരുടെ മീറ്റിംഗിൽ ഉൾപ്പെടെ നൽകിയിരുന്നതാണ്. പക്ഷെ അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള പാളിച്ചയുണ്ടായിട്ടുണ്ട്. അത് സർക്കാർ ഗൌരവത്തോടു കൂടി കാണുന്നു. അതിൽ പരിശോധന ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതും അതിൽ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകാതിരുന്ന സാഹചര്യം ഗൌരവമുള്ളതാണ്. അത് സർക്കാർ പരിശോധിക്കുന്നത്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ഞാനും ഇപ്പൊ തന്നെ വയനാട്ടിലേക്ക് പോകാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു.